അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. നമുക്കറിയാം, ഇസ്രയേലിൻ്റെ വിളക്ക്, ഇസ്രയേലിൻ്റെ ദീപം എന്നൊക്കെ അറിയപ്പെടുന്നത് കർത്താവിൻ്റെ ദാസനായ ദാവീദാണ്, അല്ലേ? ഒരിക്കല് യുദ്ധഭൂമിയിൽ വെച്ച് ശക്തമായ യുദ്ധം നടക്കുമ്പോൾ ശത്രു സൈന്യം വളഞ്ഞിട്ട് ദാവീദിനെ വധിക്കാൻ ആയുധങ്ങളുമേന്തി മുന്നോട്ട് വന്നു. ദാവീദിന്റെ ചുറ്റും നിന്ന് യുദ്ധം ചെയ്തവർ എല്ലാവരും മാറി നിൽക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ കളത്തിൽ കൊല്ലപ്പെടുന്ന നിലയിലേക്ക് ദാവീദ് ഏകനായി. ശത്രു സൈന്യം വളഞ്ഞ് വാളൂരി ദാവീദിനെ നിഷ്കരണം വെട്ടിക്കൊല്ലുവാൻ മുന്നോട്ട് അവർ പാഞ്ഞെടുത്തപ്പോൾ ദാവീദിന്റെ സഹപടനായ യോബാവ് ഓടി വന്ന് ശത്രുവിനെ വെട്ടി താഴെയിട്ടു. ദൈവത്തിൻ്റെ ഒരു കൈയെന്നത് പോലെ യോബാവ് എന്ന് പറയുന്ന സൈന്യാധിപനെ ദൈവം ദാവീദിന് വേണ്ടി ഒരുക്കി. ദാവീദ് തലനാളിഴക്ക് രക്ഷപ്പെട്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു വചനം ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാനും മരണവും തമ്മിൽ ഒരടി അകലം മാത്രം. ദാവീദിന്റെ കൺമുമ്പിൽ മരണമെന്ന് പറയുന്നത് ഒരടി അകലത്തിൽ മാത്രം. ഒന്ന് കൈയെത്തിച്ചാൽ മരണം സുരക്ഷിതമാണ്. ആ മരണശയ്യയിൽ നിന്നാണ് ദൈവം ദാവീദിനെ വിടുവിച്ചത്. എന്നിട്ട് വിടുവിച്ചതായി യോബാവും സൈന്യാധിപനും വന്നിട്ട് ദാവീദിനോട് പറയാണ്, ഇസ്രായേലിന്റെ ദൈവം, അല്ലയോ മഹാരാജാവേ, അങ്ങ് ഇസ്രയേലിന്റെ ദീപമാണ്, ഇസ്രയേലിന്റെ വിളക്ക് അങ്ങാണ്. അങ്ങാകുന്ന വിളക്ക് കെട്ടുപോയാൽ ഇസ്രയേൽ ഇരുട്ടിലാകും. ഇരുട്ടിലായാൽ പിന്നെ ഇസ്രയേലിന് ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് അങ്ങ് ഇന്നു മുതൽ യുദ്ധത്തിന് വരരുത്. അങ്ങ് യുദ്ധം ചെയ്യണ്ട, ഞങ്ങൾ യുദ്ധം ചെയ്യാം. ഇസ്രയേലിന്റെ ദീപം, ഇസ്രയേലിന്റെ വിളക്ക് അങ്ങാണ് എന്ന് പറഞ്ഞപ്പോ ദാവീദ് ആ യുദ്ധക്കളത്തിൽ മുട്ടുമടക്കി രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദാവീദ് ദൈവത്തെ നോക്കി പറഞ്ഞു, നോ, അല്ല, ഞാനല്ല ഇസ്രയേലിന്റെ വെളിച്ചം, യഹോവയാണ് ഇസ്രയേലിന്റെ വെളിച്ചം. ആമേൻ, ആമേൻ. ഇന്നലെ പൂക്കും നാളെ വാടും, അതാണ് മനുഷ്യൻ. 4 വിരൽ നീളമെന്നും മനുഷ്യന്റെ ആയുസ് 60 70 ഏറെയായാൽ 80 എന്ന് പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ദാവീദിനറിയാം, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ കണ്ട ദൈവം ഞാനല്ല വെളിച്ചം, എൻ്റെ ദൈവമാണ് വെളിച്ചം. ഞാൻ പോയാൽ ഇസ്രയേൽ ജനത്തിനൊന്നും ഭവിക്കാനില്ല. ഞാൻ പോയാൽ എന്നേക്ക് ശക്തന്മാരായ ചില അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. പക്ഷെ ഞാനല്ല വെളിച്ചം, എൻ്റെ തമ്പുരാനാണ് വെളിച്ചം. 27:1 ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചം. ഞാൻ വെളിച്ചമാകാൻ കാര്യം എൻ്റെ ദൈവം എൻ്റെ വെളിച്ചമായതുകൊണ്ടാണ്. ഇന്നത്തെ പ്രഭാതത്തിലെ സഭായോഗത്തിന്റെ നടുവില് ദൈവജനത്തെ നോക്കി ഞാൻ ആരംഭം ഒരു ദൂത് പറയാ, നാം ഇന്ന് അന്ധകാര നിബിഡമായ ഈ ഭൂമിയിൽ വെളിച്ചമായി നിൽക്കുന്ന കാര്യം നമ്മുടെ ദൈവം വെളിച്ചമായത് കൊണ്ടാണ്. ഈ ദൈവം വെളിച്ചമാണ് ദൈവമക്കളെ, ഈ ദൈവം വെളിച്ചമാണ്. ഏത് ഇരുട്ടിൽ കിടക്കുന്നവനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള സത്യ വെളിച്ചമാണ് നാം ആരാധിക്കുന്നവനായ ദൈവം. ഇന്ന് പകൽ വേളയിൽ ഏതെങ്കിലും ഒരു ദേശത്ത്, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്ത് ഈ കർത്താവിന്റെ വെളിച്ചമടിച്ചാൽ ഇരുളവിടെ നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, ആമേൻ, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ട് വെളിച്ചത്തെ പിടിച്ചടക്കത്തില്ല. ജനം ഒരുമിച്ച് നാർപ്പിടാൻ തയ്യാറാണെങ്കിൽ ഈ പട്ടണത്തിൽ ഭരിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, നിന്റെ കുടുംബത്തിനകത്ത് ഭരിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, എന്നെ കേൾക്കുന്ന ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരിക്കുന്ന, മുൻപിലും പുറകിലും ഇരിക്കുന്ന എല്ലാവരോടും ആത്മാവ് ഞാൻ ദൂത് പറയട്ടെ. ഒന്ന്
ആരാധിക്കാൻ തയ്യാറായാൽ, അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ആരാധിക്കാൻ തയ്യാറായാൽ, ചില ഇരുളിന്റെ ശക്തികൾ ഇന്ന് പകൽ വിട്ടുമാറുകയാണ്. ചില കുടുംബങ്ങളിൽ വിട്ടുമാറുകയാണ്. അവൻ ഒരിക്കലും വിടുവിക്കപ്പെടാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറയുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ വേളയിൽ ദൈവം ഒഴിച്ചു മാറ്റുന്നു. അറയിൽ വെളിച്ചമുദിച്ചതുപോലെ ബന്ധിക്കപ്പെട്ട ചിലതിന്റെ ബന്ധനങ്ങൾ അഴിയേണ്ടതിന്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ചിലതിന്റെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ടതിന് ദൈവാത്മാവെന്നോട് പറയുന്നു. ദൈവം ചില വെളിച്ചം 91 സങ്കീർത്തനം പറയുന്നു, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇന്ന് പകൽ ഒതുക്കപ്പെടുന്നു. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ചില മഹാമാരി മാറി മാറി കുടുംബങ്ങളിൽ ഇടുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ അഴിയുന്നു. പ്ലീസ് കർത്താവിന്റെ ദാസന്മാരെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ആരാധിച്ച് അത് സ്വീകരിച്ച് ഇരുളിന്റെ മറവിൽ വിതക്കുന്ന രോഗങ്ങൾ, ഇരുട്ടിന്റെ പുറകിൽ ഭരിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിങ്ങൾക്കറിയത്തില്ല. ചില രോഗങ്ങൾ ഇരുട്ടിന്റെ അധികാരമാണ്, ഇരുട്ടിന്റെ ശക്തിയാണ്. കൊലോസ്യ ലേഖനം പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചനായ സ്നേഹസ്വരൂപനായ ദൈവ ആത്മാവിൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ചില ഇരുട്ടിന്റെ ശക്തികൾ ചില കുടുംബത്തിനകത്തുനിന്ന്, ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് യെസ് ഒരു ദൈവശക്തി വ്യാപരിക്കുക, ദൈവ സാന്നിധ്യം ചലിക്കുക. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, കുഞ്ഞ് ഇന്നത്തെ ഡേറ്റ് കുറിച്ചിട്ടോ ഇന്നലെ വരെ നിന്റെ തലമുറക്കെതിരെ വ്യാപരിച്ച കെട്ടുകൾ ഇന്ന് പകൽ അഴിയുന്നു. എല്ലാ കെടുതികളെയും ദൈവം പൊടിക്കുകയോ. ഓഹോ ദൈവജനം കേറട്ടെ, കേറി വരട്ടെ. എല്ലാ രോഗശക്തികളിൽ നിന്നും, എല്ലാ രോഗക്കെട്ടുകളിൽ നിന്നും ജനം ഫ്രീ ആവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പട്ടണത്തിൽ നിന്ന് മാറട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ കൂടാരങ്ങളിൽ നിന്ന് മാറി പോകട്ടെ. യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ രക്ഷയും. ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ ഭയപ്പെടും? ഓ
ദൈവജനത്തിന്റെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്ലീസ് ഒന്ന് ചാടി എഴുന്നേക്കാമോ? ഇന്ന് രാവിലെ സർവീസിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ലോഡ്സൺ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തൻ്റെ ചങ്കിനകത്തൊരു വേദന, നെഞ്ചിനകത്തൊരു വേദന. മെഡിക്കൽ സെൻട്രൽ ഹോസ്പിറ്റൽ താൻ അഡ്മിറ്റായി. എനിക്ക് മനസ്സിലായി കഴിഞ്ഞ കുറേ ദിവസമായി മാറി ഒരാൾക്കല്ല എത്രയോ പേർക്ക് ഇതുപോലെ ചില വേദനകൾ, ചില അനർത്ഥങ്ങൾ. എനിക്ക് മനസ്സിലായി ഇത് രോഗമല്ല, ഇത് ഇരുട്ടിന്റെ ശക്തിയാണ്. ഇരുളിന്റെ ശക്തിയാണ്. സഭ റെഡിയായി. ഇന്ന് നമ്മൾ അതിനെ അറസ്റ്റ് ചെയ്യാൻ പോകുക. ഇനി ഒരു കുടുംബത്തിനകത്ത് പോലും ഒരു കുടുംബത്തിനകത്ത് പോലും, ഒരു വ്യക്തികളിൽ പോലും, ഒരു വ്യക്തിക്ക് പോലും ഇനി അതുണ്ടാവരുത്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവസഭ ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ രോഗശക്തികളെയും, എല്ലാ കൂടാരങ്ങളിൽ നിന്നും, എല്ലാ വീടുകളിൽ നിന്നും, വിദേശത്തായിരിക്കുന്ന, സ്വദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ എല്ലാ മക്കളെയും, ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവകരത്തിൽ തരുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? വചനം പറ. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? അണലിമേലും അല്ലേ നീ ചവിട്ടും. ദൈവത്തിന്റെ വചനമാതയും മക്കളെ, ഇന്ന് നിങ്ങൾ റെഡിയാകണം. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നതല്ല കാര്യം. ഇരുളിന്റെ മറവിൽ അവൻ വിതക്കുന്ന ചില വിത്തുകളുണ്ട്. അത് ചിലത് രോഗമാണ്, ചിലത് കടബാധ്യതയാണ്, ചിലത് മാനസിക വിപുലതയാണ്. അതെല്ലാം ഇന്ന് പൊട്ടണം. എല്ലാ ഞെരുക്കങ്ങളും മാറണം. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും, കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ കടബാധ്യതയുടെ ഞെരുക്കവും, എല്ലാ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. ഈ പകൽ അഴിയട്ടെ. ജനം ഫ്രീ ആവട്ടെ, കുടുംബങ്ങൾ ഫ്രീ ആവട്ടെ,
വായ്പ വാങ്ങയില്ല, വായ്പ നീ കൊടുക്കും. അനുഗ്രഹം അനുഭവിപ്പാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സൗഖ്യം അഴക്കേണ്ടടുത്ത് സൗഖ്യമുണ്ടാവട്ടെ. വിടുതൽ വേണ്ടടുത്ത് ഒരു വിടുതൽ സംഭവിക്കട്ടെ. 107-ാം സങ്കീർത്തനം, എന്റെ വചനം അഴച്ച് ഞാൻ അവരെ സൗഖ്യമാക്കും. വചനം മുറിവുകളെ കെട്ടട്ടെ, വചനം മുറിവുകളെ കെട്ടട്ടെ, വചനം മുറിവുകളെ കെട്ടട്ടെ, വചനം രൂപാന്തരപ്പെടുത്തട്ടെ, വചനം ചിലതിനെ പണിയട്ടെ. മിസ്രയീമിൽ ദൈവം ആ പാതയിൽ ഒന്ന് ചില ദിവസങ്ങൾ ഇരുട്ടുണ്ടായി. ദൈവമക്കളെ, ആ ഇരുട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തടുക്കുന്ന ഇരുട്ട്. ആരും നിന്നിടത്തൊന്ന് പുറത്തിറങ്ങിയില്ല. ഇരുട്ടവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ദൈവം ഇരുട്ടഴച്ചാൽ അറസ്റ്റാകും. പക്ഷെ അവൻ ഇരുട്ട് കൊണ്ടുവന്നാൽ ദൈവം വെളിച്ചം പകരും. യേശുവേ, 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 ഉറക്കെന്ന് വിളിച്ച് യേശുവേ, 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 അങ്ങേക്ക് നന്ദിയപ്പാ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നേ. എനിക്കറിയാം ഞാൻ ശരീരത്തിൽ ആ ഡെലിവറൻസ് ഞാൻ അനുഭവിക്കുന്നു. എത്ര പേര് ഇന്ന് അത് അനുഭവിക്കുന്നുണ്ട്? അവൻ ഒന്നും നോർമൽ അല്ല. ചിലത് മാറി 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 നമ്മുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ, ആഞ്ഞടിക്കുന്നെങ്കിൽ അത് നോർമൽ അല്ല, അതിനപ്പുറത്തെന്തോ ഉണ്ട്. അതാണ് ഇന്ന് ദൈവം ബ്രേക്കാക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കെ. ദാവീദ് പറയുന്നു, ഞാനല്ല വെളിച്ചം, യഹോവ നീയാ വെളിച്ചം. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് വെളിച്ചം. ഒരു 10 പേരോട് പറഞ്ഞേ, എടോ വലോ ചുറ്റും ഇരിക്കുന്നവരോട്, യഹോവ വെളിച്ചമാ, ദൈവം എന്റെ വെളിച്ചമാ, ദൈവം എന്റെ വെളിച്ചമാ, ദൈവം തമ്പുരാൻ എന്റെ വെളിച്ചമാ, ദൈവമാ എന്റെ വെളിച്ചം, എന്റെ കുടുംബത്തിന്റെ വെളിച്ചം എന്റെ ദൈവമാ, എന്റെ ശുശ്രൂഷയിൽ എന്റെ വെളിച്ചം ദൈവമാ, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ വെളിച്ചം ആമേൻ എന്റെ ദൈവമാ. ഈ ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ യഹോവ വെളിച്ചമാണ്, യഹോവ രക്ഷയാണ്, ജീവന്റെ ബലമാണ്, ഞാൻ ആരെ ഭയപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം 5-ാം വാക്യത്തിൽ വന്നപ്പോൾ 3 പ്രധാനപ്പെട്ട ദൂത് പറഞ്ഞു. എന്താ ദൂത് എന്ന് ശ്രദ്ധിച്ചേ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥം വരില്ല എന്നല്ല, അനർത്ഥം വഴിമാറും എന്നല്ല, നീതിമാന് അനർത്ഥങ്ങൾ എല്ലാരും പറഞ്ഞു. മക്കളെ, ആ വാക്യം എന്നോടൊപ്പം പറഞ്ഞ് ഇന്നത് ക്ലെയിം ചെയ്യണം. നീതിമാന് അനർത്ഥം അസംഖ്യം. അടുത്ത വാക്യം, എങ്കിലും യഹോവ അവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു. അനർത്ഥം അസംഖ്യമാണ്, നീതിമാൻ അനർത്ഥം എണ്ണിക്കൂടാത്തതാണ്. പറഞ്ഞു തീരാൻ കഴിയാത്ത അനർത്ഥങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അനർത്ഥ ദിവസം നമ്മെ കൂടാരത്തിൽ ദൈവം മറക്കും. ഒരു ഹല്ലേലൂയ പറ. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ, നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ സ്തോത്രം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ വണ്ടി ഓടിച്ചു പോയ ആ ബൈക്ക് ഓടിച്ചു പോയതിന്റെ പുറകെ വന്ന ബസ്സുകാരൻ, പുറകെ വന്ന ലോറിക്കാരൻ, പുറകിൽ വന്നവൻ ഒരല്പം അശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഈ ചെയറിൽ നമ്മൾ ഉണ്ടാകുമോ? കാണില്ല. അവൻ ഓവർടേക്ക് ചെയ്തപ്പോൾ നമ്മൾ കാണാതെ ഓവർടേക്ക് ചെയ്താൽ മതി, നമ്മൾ കാണത്തില്ല. എന്ന് വെച്ചാല് അനർത്ഥം വരാഞ്ഞിട്ടല്ല, അപകടം ഉണ്ടാകാഞ്ഞിട്ടുമല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കെതിരെ വരാഞ്ഞിട്ടുമല്ല. ഇന്നും ജീവനോടിരിക്കുന്നത് എന്നെ മറക്കുന്നൊരു ദൈവമുണ്ട്.
എന്നെ കൂടാരത്തിൽ എന്ത് ചെയ്യും? എന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്താ ചെയ്യുന്നത്? ആ അനർത്ഥം വരുമ്പോൾ, ആ പ്രയാസം വരുമ്പോൾ, ആ പ്രതിസന്ധി വരുമ്പോൾ, ആ ദുർഘടം വരുമ്പോൾ, ആ വേദന വരുമ്പോൾ, ആ നിരാശ വരുമ്പോൾ, ആ ഡിപ്രഷൻ വരുമ്പോൾ, നിന്നെ ഒളിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലോ നിന്നെ ഒളിക്കാൻ നിനക്കൊരു ദൈവമുണ്ട്. അവന്റെ പേരത്ര യേശു, അവന്റെ പേരത്ര കർത്താവ്, അവന്റെ പേരത്ര യാഹ്, അവന്റെ പേരത്ര എലോഹീം, അവനത്ര സർവശക്തൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അനർത്ഥ ദിവസം വരുമ്പോൾ ഞാൻ നിന്നെ എന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തന്റെ ഇടത്തോടെ പറ, അനർത്ഥമേ നീ വാ, പ്രയാസമേ നീ വാ, നീ എന്തെല്ലാം ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് മറയാൻ ഒരു കൂടാരമുണ്ട്, ഒരു കൂടാരമുണ്ട്. മക്കളെ, ആ റെഫറൻസ് ഒന്നിട്ട് മോനെ, എന്നിട്ട് അനർത്ഥ ദിവസത്തിൽ 3 കാര്യം നിങ്ങൾ ആ വാക്യത്തിൽ പഠിക്കണം, ശ്രദ്ധിക്കണം. 3 കാര്യം ശ്രദ്ധിച്ചോ. 1, അനർത്ഥ ദിവസം വരുമ്പോ അവൻ നിന്റെ കൂടാരത്തിൽ എന്ത് ചെയ്യും? ഒളിപ്പിക്കും. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഒളിപ്പിക്കും. ഉറക്കെ പറ, ഒളിപ്പിക്കും. 2, തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? എന്നെ മറക്കും. അപ്പൊ ഒളിപ്പിക്കും, പിന്നെ മറക്കും. എന്തിനാ ഒളിപ്പിച്ച് മറക്കുന്നത്? അവസാന വാക്യം, പാറമേലിനെ ഉയർത്തും. നിന്നെ ഒളിപ്പിച്ചതും നിന്നെ മറച്ചതും ശത്രുവിന് ഇട്ട് കൊടുക്കാനല്ല, നിന്നെ ഉയർത്താനാ കുഞ്ഞേ, നിന്നെ ഉയർത്താനാ മോനെ, നിന്നെ ഉയർത്താനാ. ആ അനർത്ഥം നിന്നെ തകർക്കാതെ, അനർത്ഥം ദുഷ്ടനെ കൊല്ലുമ്പോൾ നീതിമാനെ പകയ്ക്കുന്ന ഒരു ദൈവ പൈതലെ ശ്രദ്ധിച്ചോ. നീതിമാന് വരുന്ന ഒരു ആമൻ പ്രയാസത്തിലോ നിന്നെ വിട്ടുകൊടുക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത്, ഒളിപ്പിച്ച് മറച്ച് ഉയർത്തും. എല്ലായിടത്തും പറഞ്ഞേ മക്കളെ, ഉറക്കെ പറ, ഒളിപ്പിച്ച് മറച്ച് ഉയർത്തും. ഇന്ന് ഒളിപ്പിച്ചിരിക്കുകയാണോ? ഇന്ന് ഒളിഞ്ഞിരിക്കുകയാണോ? വെളിപ്പെടാതെ, പുറത്തു വരാതെ, ആരാലും അറിയപ്പെടാതെ എല്ലാറ്റിലും ഒളിഞ്ഞിരിക്കുകയാണോ? മറഞ്ഞിരിക്കുകയാണോ? പേടിക്കണ്ട, അടുത്ത പടി ഉയർച്ചയാ. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ ഉയർത്തും. ഞാന് എവിടെയാണെന്നറിയില്ല, കഴിഞ്ഞ ദിവസം ഈ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഒരുവനെ ഉയർത്തുന്നത് ശത്രുവിന്റെ മുമ്പിലിട്ട, അല്ലേ? ശത്രുവിന്റെ മൂക്കിന്റെ താഴെയിലിട്ട് ദൈവം ഒരുവനെ വളർത്തും. അമ്മേ, ഈ മോശ കുഞ്ഞിനെ ദൈവം വളർത്തിയത് ഫറവോന്റെ മുമ്പിലിട്ട. ഒരാമൻ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എവിടെയാ ഉയർത്തുന്നേ? നിന്നെ തകർക്കാൻ പദ്ധതി പ്ലാൻ ചെയ്തതിന്റെ നടുവിലാ ദൈവം നിന്നെ ഉയർത്തുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളോട് പ്രവചിച്ചു പറയുക, നിന്നെ തകർക്കാൻ പദ്ധതിയിട്ട അവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ട അവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തും. നിനക്കെതിരെ ആഭിചാരം ചെയ്ത, നിനക്കെതിരെ മന്ത്രവാദം ചെയ്ത, നിനക്കെതിരെ ശുദ്രം ചെയ്ത നീയും നിന്റെ തലമുറയും നശിച്ച് കാണണമെന്ന് ഒരു സെക്കൻഡ് ഒന്ന് കട്ട് ചെയ്യണം. ഒറ്റ സെക്കൻഡ് മാറ്റി ബലം പകരുന്നൊരു ദൈവം. ഈ ദൈവത്തെയാ ഇന്ന് നീ ആരാധിക്കുന്നത്, ഈ ദൈവത്തെയാ നീ സ്തുതിക്കുന്നത്. കർത്താവ് എന്നോട് വീണ്ടും വീണ്ടും പറയുന്നു, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്, ദൈവം നിന്നെ കൂടാരത്തിൽ മറച്ചത്, ദൈവം കൂടാരത്തിൽ ഒളിപ്പിച്ചത് നിന്നെ ഉയർത്തേണ്ടതിന്. ദൈവം ചിലരെയൊക്കെ, മക്കളെ ശ്രദ്ധിക്കണേ, ഒത്തിരി സമയമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിപ്പോ
ദൈവം ചില സാഹചര്യങ്ങളിൽ ചിലരൊക്കെ ദൈവം മറച്ചു വെക്കും. ആമേൻ. ദൈവത്തിന് ആവശ്യമുള്ളവരെയൊക്കെ ദൈവം എന്ത് ചെയ്യും? മറക്കും. ഞാനൊരു കൊച്ചു ചരിത്രം ഒന്ന് പറഞ്ഞോട്ടെ. ഫറവോന്റെ കൽപ്പന എബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞെന്ത് ചെയ്യണം? കൊല്ലണം. മെരിയാന്തി അവരൊരു തീരുമാനം എടുത്തു. ആര്? എബ്രായ ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്നറിയോ? ഫറവോനെ എറിഞ്ഞു കൊല്ലാൻ നമ്മുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോ, നോട്ട് ചെയ്തോ. ഗോർഷൻ ദേശത്തുള്ള എബ്രായർ ഒരുമിച്ച് പറഞ്ഞു, നോ, ഒന്നെങ്കിൽ ഫറവോന്റെ മരണം വരെ അവന് കാലെ പിടിച്ച് വലിച്ച് ചീങ്കണ്ണിക്കെറിഞ്ഞു കൊടുക്കാൻ, നൈൽ നദിയിൽ എറിഞ്ഞുകൊള്ളാൻ നമ്മുടെ കൂടാരത്തിനകത്തുനിന്ന് ഒരു തലമുറയെ നമുക്ക് വേണ്ട. ചരിത്രം പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തീരുമാനമെടുത്തു, ഈ നിയമം മാറണം, ഇല്ലെങ്കിൽ ഫറവോ മാറണം. ഇത് രണ്ടും നടക്കാതെ നമുക്ക് ആര് വേണ്ട? കുഞ്ഞുങ്ങൾ വേണ്ട. ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോഴാണ് ഒരു ലേവിയൻ പോയി ഒരു ലേവിയ കന്യക എന്ത് ചെയ്യുന്നേ? ഇത് ഇൻസിഡന്റായി സംഭവിച്ച ഒരു കാര്യമാണ്. അവരെല്ലാം തീരുമാനമെടുത്തിരിക്കുക, ജനിപ്പിക്കത്തില്ലെന്നും ജനിക്കാൻ സാഹചര്യം ഉണ്ടാക്കത്തില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുമ്പോൾ അവരുടെ തീരുമാനത്തിനപ്പുറമായി ഒരു ലേവിക്ക് ഒരു മകൻ ഉണ്ടാകുന്നു. അവന്റെ പേരാ മോശ. മക്കളെ, മനസ്സിലായോ? ഫറവോന് കൊല്ലാൻ ഞങ്ങളുടെ കുടുംബത്ത് കുഞ്ഞിനെ കൊടുക്കില്ലെന്ന് തീരുമാനമെടുത്ത് അവർ റെഡിയായിരിക്കുമ്പോൾ അവരുടെ ചിന്തക്കപ്പുറം ഒരു കൂടാരത്തിനകത്തൊരുത്തൻ ജനിച്ചു. അവന്റെ പേരാണ് മോശ. അങ്ങനെയാണെങ്കിൽ ദൈവം ചിലരെ മറക്കുന്നത്, ദൈവം ചിലരെ ഒളിപ്പിക്കുന്നത് ഒരു ഭയങ്കര ശുശ്രൂഷ ചെയ്യാനാണ്. എന്നോടൊപ്പം നിങ്ങൾക്കൊരു ആമേൻ പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇന്ന് പകൽ ഈ ഡെലിവറൻസ് ചർച്ചിനകത്ത് നിന്നെ കൊണ്ടുവന്ന് ദൈവം ഇതുവരെ ഇരുത്തിയെങ്കിൽ നിന്നെ ദൈവത്തിന് ഉയർത്താനാ. ധൈര്യമായിരിക്കെ. ശത്രുവിന് കൊടുക്കാതെ, അവന്റെ കരങ്ങളിൽ ചെന്ന് പറ്റാതെ ദൈവം നിന്നെ വിടുവിച്ചതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്ക് ഈ വേദപുസ്തകം പഠിച്ചു വന്നപ്പോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു സ്ത്രീ ഉണ്ട്. കുറച്ചുപേരെങ്കിലും കേട്ട് കാണും. അഥല്യ, കേട്ടിട്ടുണ്ടോ? അഥല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് വേദപുസ്തകത്തിൽ. എന്താ പേര് മക്കളെ? അഥല്യ ഒരു ദുഷ്ട സ്ത്രീയാണ്. അതല്ല അവരുടെ പരിപാടി എന്നാന്നറിയോ? ഈ രാജസന്തതികളായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം അവൾ ചെയ്യും, കൊന്നുകളയും. അടുത്ത അഭിഷേകത്തിന് വേണ്ടി കൊട്ടാരത്തിനകത്ത് ജനിക്കുന്ന രാജസന്തതികളെ അതല്ല കൊന്നുകളയും. ഒരു സോദരൻ പറ, ഒരു ദൂതി കയറി വരികയാണ്. ആമേൻ. ദൈവകൃപയിൽ പ്രയോജനപ്പെടേണ്ട പല തലമുറകളെയും പെന്തക്കോസ്ത് സഭക്കകത്തുനിന്ന് അതല്യ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇന്നത് ബ്രേക്ക് ആവണം. കണ്ടോ ഈ റെഫറൻസ്? കണ്ടോ? അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോ എഴുന്നേറ്റ് രാജസന്തതിയൊക്കെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. ദൈവദാസന്മാരെ, ഞാനൊരു ദൂത് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനും നിങ്ങളും ആരാന്നറിയാമോ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാന്നറിയാമോ? ആമൻ. പത്രോസിന്റെ ലേഖനം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആമൻ രാജകീയ പുരോഹിത വർഗം. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ആരാ?
രാജകീയ നമ്മുടെ മക്കളാരാ? രാജാവിന്റെ തലമുറകളായി ഭരിക്കേണ്ടവരാ. പക്ഷെ അതല്ല കൊണ്ടുപോകുന്നത്. ഈ രാജസന്തതി ഒക്കെ എന്ത് ചെയ്യും? ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ചർച്ചിന് എന്താണെന്നറിയോ മക്കളെ? ഞാന് ഇടയ്ക്ക് ഇവരെ വഴക്ക് പറയും, ഇടയ്ക്ക് ഇവരെ ചീത്ത പറയും. പക്ഷെ അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ വഴക്ക് പറയുന്നതൊന്നും അവര് നശിയാനല്ലല്ലോ, അവർ കർത്താവിനാൽ പ്രയോജനപ്പെടാണ്. കണ്ടില്ലേ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വർഷിപ്പിന് കയറി കണ്ടില്ലേ? ഇന്നലെ വന്നിവിടെ ഈ മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാ മക്കളെ പാടാൻ കയറ്റിയത്. ഇന്നെന്തൊരു സന്തോഷമായിരുന്നു. സന്തോഷമാണോ? അടുത്ത തലമുറ എഴുന്നേക്കണം. ആമേൻ. പിശാച് കെട്ടിയ കെട്ടുകൾ പൊട്ടണം. രാജസന്തതിയെ തകർക്കുന്ന അതല്യ ശക്തികൾ പട്ടണത്തിൽ ഭരിക്കുമ്പോൾ ദൈവസഭ റെഡിയാകണം. ദൈവസഭ റെഡിയാകണം. അമ്മമാർ റെഡിയാകണം. അപ്പന്മാർ റെഡിയാകണം. എന്നിട്ട് പറയും, എന്റെ തലമുറകളെ, എന്റെ സന്തതികളെ അതല്യക്ക് ഞാൻ കൊടുക്കില്ല. ഈ അതല്യ എന്ന വാക്കിന്റെ അർത്ഥം കലഹം, കലഹത്തിന്റെ സന്തതി എന്ന. അപ്പൊ അതല്യ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഇവള് കലക്കും. അപ്പനെ മക്കളോട് കലക്കും, മക്കളെ അപ്പനോട് കലക്കും, ബന്ധങ്ങൾ കലക്കും, കൂട്ടായ്മകൾ കലക്കും. അതല്യ എന്ന വാക്കിന്റെ അർത്ഥം കലക്കം എന്നാണ്. എന്നാൽ കലക്കം എന്ന പേരുള്ള അതല്യ രാജസന്തതിയൊക്കെയും എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഞാനൊരു ദൂത് പറയട്ടെ. ഇത്രയും രാജസന്തതിയെ കൊല്ലുന്നതിന് നടുക്കുന്ന ഒരു പുരോഹിതൻ ഒരെണ്ണത്തെ എടുത്തു. ഒരെണ്ണത്തെ വായിച്ചേ. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത്. ദൂത് മനസ്സിലായോ? നൂറുകണക്കിന് അതല്യ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരി എന്നാ ചെയ്തെന്നറിയാമോ? കൊന്നുകൊണ്ടിരിക്കുന്ന രാജസന്തതികളുടെ നടുവിൽ നിന്ന് മോഷ്ടിച്ച് ആ കൊച്ചിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഇന്ന് നിന്റെ തലമുറയെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഒളിപ്പിക്കാൻ തയ്യാറാണ്. റെഡിയാണോ? പേരൻസ്, മാതാപിതാക്കളെ, നിങ്ങൾ റെഡിയാണോ? ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പറ, എന്റെ തലമുറയെ ഞാൻ കൊടുക്കത്തില്ല, MDMA കൊടുക്കത്തില്ല, മയക്കുമരുന്നിന് കൊടുക്കത്തില്ല. ഞാൻ എന്റെ തലമുറയെ കൊട്ടേഷൻ ടീമിന് കൊടുക്കയില്ല. കർത്താവിന് സ്വതന്ത്രം പറ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വളരെ ക്ലിയർ ആയിരിക്കണം. ഒരിക്കലും ഇനി ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവരുത്. അപ്പോ ഈ കൊന്നുകൊണ്ടിരിക്കുന്ന രാജസന്തതികളിൽ നിന്ന് ഒരു കൊച്ചിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അതല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. വെളിപ്പാടുള്ള സ്ത്രീ ഒരു കൊച്ചിനെ ഒളിപ്പിച്ചു. എന്തിനാർക്ക് ഒളിപ്പിച്ചത്? അവള് പറഞ്ഞു, നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അതല്യേ, നിന്നെ കൊല്ലാൻ ഒരുത്തനെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ദൂത് മനസ്സിലായെങ്കിൽ സ്വതന്ത്രം പറ. ആയിരക്കണക്കിന് തലമുറയെ നശിപ്പിച്ച പൈശാചിക മണ്ഡലമേ, നിനക്കെതിരെ എഴുന്നേക്കാൻ ഈ ആലയത്തിനകത്തുനിന്ന് ചിലരെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ആലയത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ചിലരെ മാറ്റിവെച്ചിട്ടുണ്ട്. അഭിഷേകത്തിന്റെ നിറവിൽ രാജകീയ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ ശത്രു കൊണ്ടുപോയതിന്റെ നടുവിൽ നിന്ന് ചിലതിനെ ആലയത്തിൽ ഒളിപ്പിച്ചു. ആ വാക്യം ഇട്ട ഭയങ്കര വാക്യമാ. നിങ്ങളുണ്ടല്ലോ, ഇന്ന് വീട്ടിൽ ചെന്ന് ഈ വാക്യം വായിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിന് ആത്മാവി കത്തും. വായിച്ചു മോനെ.
അവനെ കൊല്ലുവാൻ ഇടയായില്ല. അവൻ എന്ത് ചെയ്തില്ല? കൊല്ലുവാൻ ഇടയായില്ല. മോഷ്ടിച്ചെടുത്ത് ശയനഗ്രഹത്തിൽ നിന്നും മോഷ്ടിച്ചെടുത്ത് ഒളിപ്പിച്ച് താമസിച്ച കുഞ്ഞിനെ അദല്യാക്ക് എന്ത് ചെയ്തില്ല? കൊല്ലാൻ എന്ത് ചെയ്തില്ല? അങ്ങനെയാണെങ്കിൽ ഈ കൂടാരത്തിനകത്തിരിക്കുന്ന ഒരെണ്ണത്തെ ശത്രുവിന് കൊല്ലാൻ കഴിയത്തില്ല, ശത്രുവിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. ആലയുമായിട്ട് കണക്ട് ചെയ്യണം, ആലയുമായിട്ട് കണക്ട് ചെയ്യണം, ആലയുമായി കണക്ട് ചെയ്യണം. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കണം. പകമേ ദൈവജനമേ, ഇന്ന് മറക്കല്ലേ, എവിടെയാണ് ഒളിപ്പിക്കേണ്ടത്? ആലയത്തിൽ അവരെ ഒളിപ്പിക്കണം. അടുത്ത വാക്യം. 7-ാം ആണ്ടിൽ അവനെ അവളോട് 6 സംവത്സരം വെച്ചിരുന്നു. എന്നാൽ അതില്യ ദേശം വാണു. 7-ാം ആണ്ടിൽ യഹോയാദാ ആളയച്ച് 12-ാം വാക്യം. അവൻ അവരോട് കൂടെ 6 സംവത്സരം അവൻ രാജമാനെ പുറത്തു കൊണ്ടുവരാൻ. അല്ല, 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവൻ അവരോട് കൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. അല്ലേ? എവിടെ ഇരുന്നു? ദേവാലയത്തിൽ ഒളിച്ചിരുന്നു. അപ്പോ ഈ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം ഏതാ? സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ മക്കളെ ഒളിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഇതാ. ഇവിടെ ഒളിപ്പിച്ചാൽ അവരാരും മുറിവിടി വലിക്കില്ല, അവരാരും സിഗരറ്റ് വലിക്കില്ല, അവര് മൂക്കുപിടി വലിക്കില്ല. സോദരം, ഇവിടെ ഒളിപ്പിച്ചാൽ അവർ ഞങ്ങൾ പാടുന്ന പോലെയൊക്കെ പാടും, ഞങ്ങൾ അന്യഭാഷ പറയുന്ന പോലെയൊക്കെ പറയും. ഒരാമൻ പറ. നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോ നിങ്ങളുടെ മക്കളെ ഈ ആലയത്തിൽ കൊണ്ടൊന്ന് ഒളിപ്പിക്കാൻ? എത്ര മാതാപിതാക്കൾ റെഡിയാണ്? സ്വതന്ത്രം. ഈ ആദ്യമൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഈ ഒളിപ്പിക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഒരു ചെറിയ അലസതയൊക്കെ ഉണ്ടാകും. പക്ഷെ അവരെ കൊണ്ടുവന്ന് ഒളിപ്പിക്ക്. അതല്ലേ പറ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആലയവുമായിട്ട് കണക്ട് ചെയ്ത് നിർത്ത്. ആലയവുമായി കണക്ട് ചെയ്ത് നിർത്തിയാൽ 10 ദിവസം കഴിയുമ്പോ അവരുടെ മേൽ ഒരു അഭിഷേകം വീഴും. അവര് മാറും. അവരെന്ത് ചെയ്യും? ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇവിടെ എന്നോടൊപ്പം ഈ ശുശ്രൂഷയിലേക്ക് ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവരൊന്നും അല്ല. പക്ഷെ പതുക്കെ അവരെന്നോടും ഈ ആലയത്തിലെ കൊച്ചു വർക്കുകളോടും ഒക്കെ ചെയ്തും വന്നും പോയി നിന്നപ്പോ അവർക്ക് ആലയം വിട്ടു പിരിയാൻ പറ്റാതെയായി. മനസ്സിലായി? അപ്പൊ ഈ ഒളിപ്പിക്കുന്നെങ്കിൽ എവിടെ ഒളിപ്പിക്കണം? ആലയത്തിൽ ഒളിപ്പിക്കണം. ഓ പ്രൈസ് ദി ലോർഡ്. അതിനൊരു കാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആലയത്തിലേക്ക് വിടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഞാൻ 2 തരത്തിൽ ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്ന്, മക്കൾ സ്പിരിച്വലി വളരണമെന്ന് ആഗ്രഹമുള്ള അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. മക്കൾ ഭൗതിക തലത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറിച്ചു വെച്ചോ, ഇത്രയും വർഷത്തെ 97 മുതൽ 2025 വരെയുള്ള സഭാ ശുശ്രൂഷയുടെ ചരിത്രത്തിൽ നിന്ന് പറയാം, ഭൗതിക തലത്തിലേക്ക് വലിച്ചുവിട്ട കുഞ്ഞുങ്ങൾ ആരും ഒരു പരിധിക്കപ്പുറത്തോട്ട് പോയിട്ടില്ല. എന്നാൽ ആത്മീക തലത്തിലേക്ക് കണക്ട് ചെയ്ത കുഞ്ഞുങ്ങൾ പിടിവിട്ടു പോകുന്നത് പോലെ, പിടിച്ച കിട്ടാത്തത് പോലെ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭൗതികമായി കണക്ട് ചെയ്ത് ഭൗതിക തലത്തിലേക്ക് മാത്രം അവരെ തള്ളിവിടല്ലേ. അത് ആരംഭം വളരെ ഡേഞ്ചറാണ്. ഒരുപക്ഷെ നിങ്ങൾ അവരെ കളക്ടറോ IAS കാരോ IPS കാരോ ആര് വേണമെങ്കിലും അവരാക്കിക്കോ. പക്ഷെ അവരതാകണമെങ്കിൽ ആത്മീയത്തിലൂടെ കയറട്ടെ.
ആമേൻ. ദാവീദ് പറഞ്ഞത് നന്മയും കരുണയും, ആമേൻ, ആദ്യമേ അവന്റെ രാജ്യവും നീതിയും. ആദ്യം നിങ്ങൾ അവന്റെ മുമ്പിലേക്ക് പോ, ബാക്കിയെല്ലാം പുറകെ വരും. ബാക്കിയെല്ലാം പുറകെ വരും. ബാക്കിയെല്ലാം പുറകെ വരും. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, ഭൗതികമൊക്കെ ദൈവം തരും. പക്ഷെ നിങ്ങൾ ആത്മീയത്തിൽ, ആലയത്തിൽ കത്തുന്നവരായി മാറണം. ആലയത്തിൽ കരിന്തിരികളല്ല, ആലയത്തിൽ കത്തുന്ന തിരികളായി നിങ്ങൾ മാറണം. ഹല്ലേലൂയ. മോനെ വായിച്ചു വിട്ടോ, വായിച്ചോ. എന്നിട്ട് ആലയത്തിൽ എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. ഇനി 12ാമത്തെ വാക്യം, 12ാം വാക്യം. സോറി 23ന്റെ 1ാം വാക്യം. 7ാം സംവത്സരത്തിൽ യഹോയാദാ ധൈര്യപ്പെട്ട് വായിച്ചോ. യഹോരാമിന്റെ മകൻ അസര്യാവ്, യഹോയോഹാനാന്റെ മകൻ ഇസ്മായേൽ, ഓബേദിന്റെ മകൻ അസര്യാവ്, അദയാവിന്റെ മകൻ മയശയ, സിക്രിയുടെ മകൻ ശാഫാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ. 6 മാസം ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞപ്പോ 7ാം മാസം ഒരുത്തം ധൈര്യപ്പെട്ട് പുറത്തു വന്നു. ഇത് മനസ്സിലായോ? തകർക്കുന്ന അഥല്യയുടെ നടുവിൽ അവളെ തകർക്കാൻ മറ്റൊരുത്തനെ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് പറയണം, ദൈവം ചിലതിനെ ഒളിപ്പിക്കും. ദൈവം ഒളിപ്പിക്കുന്ന എന്തിനാ? അഥല്യമായ തകർക്കാൻ. ഇനി ഒരു ഹല്ലേലൂയ പറ. ദൈവം ചിലതിനെ ഒളിപ്പിക്കുന്നത് ചില ശക്തികളെ ഒതുക്കാൻ. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇനി ഞാൻ വേറൊരാളെ കൂടി ഈ ഒളിപ്പിച്ച കാര്യം പറയാം. ഒളിപ്പിച്ച കാര്യം ദൈവമാണല്ലോ ഒളിപ്പിക്കുന്നേ. ഒളിപ്പിക്കും, മറക്കും. എന്തിനു വേണ്ടി? ഉയർത്താൻ. അപ്പൊ ദൈവം മറച്ചു, ദൈവം ഒളിപ്പിച്ചു, ദൈവം ഉയർത്തി. ഒരാളെ കൂടി പറയാം, സമയം അനുവദിക്കുന്നില്ല. ഓക്കെ, 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. വേഗം പറയാം. 1 ശമൂവേൽ 22ന്റെ 1-2. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ദാവീദ്, അഭിഷേകമുള്ള ദാവീദ് അദുല്ലാം ഗുഹയിൽ പോയി. ഇപ്പോൾ ഒളിച്ചിരിക്കുക. ചില സമയത്തെ എത്ര അഭിഷേകം നമ്മുടെ തലയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം അനുവദിക്കുന്ന ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ഒളിച്ചിരുത്തും. ആരും അറിയപ്പെടാതെ, ആരാലും അറിയപ്പെടാതെ, ഒരു ഫേമസുമാകാതെ ദൈവം നിന്നെ ചില സമയത്ത് ഒളിപ്പിച്ചിരുത്തുന്നത് അതിശക്തിയോടെ പുറത്തു വരാനാണ്. ഓക്കെ, ഒന്ന് വായിച്ചു മോനെ. ഞെരുക്കമുള്ളവർ. ഇനി ദാവീദ് പോയി അദുല്ലാം ഗുഹയിൽ ചെന്നു. ദൈവം അവനെ അവിടെ ഒളിപ്പിച്ചിരുത്തി. അവിടെ ഇരുന്ന ദാവീദിന്റെ അടുക്കലേക്ക് ചെന്നത് ആരാ? അവന്റെ സഹോദരന്മാരും. ആരായി സഹോദരന്മാർ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ഒളിച്ചിരുത്തിയതിന്റെ പുറകിലെ ചരിത്രം. ഇങ്ങനെയുള്ള ചിലതിനെ ദൈവത്തിന് വിടുവിക്കാൻ ഇവനെ ഒളിച്ചിരുത്തണമായിരുന്നു. മനസ്സിലായില്ലല്ലേ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തോഷമില്ലാത്തവർ എന്നിവയൊക്കെ 400 പേര് ഒളിച്ചു പാർത്ത ദാവീദിനടുത്ത് വന്നു. വന്നവരാരും സമ്പത്തുള്ളവരല്ല, വന്നവരാരും പണക്കാരല്ല. വന്നവരാരൊക്കെയാ? ഞെരുക്കമുള്ളവര്, പറഞ്ഞേ, സന്തുഷ്ടിയില്ലാത്തവര്, കടമുള്ളവർ. ഈ നമ്മുടെ ചർച്ചിന്റെ ഏറ്റവും വലിയൊരു അഭിഷേകം എന്നാന്നറിയോ? നമ്മുടെ അടുത്തും വരുന്നവരെല്ലാം ഇങ്ങനെയുള്ള. നിങ്ങളെല്ലാം കൂടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞു, ഈ സ്തോത്രം വരവൊക്കെ കാണുമ്പോ നമ്മൾ ഓർക്കും കൊച്ചി വിലക്ക് മേടിച്ചു തരുമെന്ന്. ഈ വരവൊക്കെ കാണുമ്പോ നമ്മൾ ഓർക്കും പണി പാളി. എന്താന്നറിയില്ല വിൽസ, എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം ഈ കടമുള്ളവരും ഞെരുക്കമുള്ളവരും ഒക്കെയാണ്. ഇനി അതിനേക്കാൾ രസം എന്നാന്നറിയോ? ഇവരുടെ ഞെരുക്കവും കടവരം മാറുമ്പോൾ ഇവർ ഈ ചർച്ചയിൽ നിന്ന് പോവുകയും ചെയ്യും. അത് അതിലേലും വലിയ രസമാണ്. അപ്പോ മാറാൻ വേണ്ടി കാത്തിരിക്കുക, പോകാൻ വേണ്ടി.
വന്നപ്പോ എന്തുടുക്കും എന്ന് പറഞ്ഞാ വന്നേ. ഇപ്പോ ഏതുടുക്കുമെന്ന നിലയിലായപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കളയാം. പോട്ടെ, നല്ല കാര്യം. സ്വതന്ത്രം പറഞ്ഞേ. അവരെ പോകാൻ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ദൂതി കയറില്ലല്ലോ. പോകുന്നെങ്കിൽ വേഗം പൊക്കോണം, ഇരുത്തി വിഷമിപ്പിച്ചു പോകരുത്. ഇപ്പൊ നല്ല മൂടാ പോകുന്നത് കാണാൻ, അതുകൊണ്ട് പോണേ, ഇപ്പൊ പോണം. സ്വതന്ത്രം. അപ്പോ ഈ കടമുള്ളവര് ഞെരുക്കമുള്ളവര് ആരുടെ അടുത്ത് വരുന്നേ? ദാവീദിന്റെ അടുത്ത് വരുന്നേ. ഞാൻ ഒരു സെക്കൻഡ് മക്കളെ ഒന്നിത് പറഞ്ഞോട്ടെ. ഞാനൊരിക്കലേ ഒരു സമയം വരെ ഈ നമ്മുടെ ചർച്ചയിൽ വരുന്ന എല്ലാത്തിനും വീടില്ല. നമ്മൾ കോട്ടേജ് മീറ്റിംഗ് വെക്കേണ്ടത് ആദ്യം ചോദിക്കും, കോട്ടേജ് മീറ്റിംഗ് വെക്കാൻ വീട് വേണ്ടേ? വീടില്ലേ? വീടില്ല, ഒന്നിനും വീടില്ല. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 26 27 വീട് ഞാൻ ഇനാഗ്രേഷൻ നടത്തി, പ്രാർത്ഥിച്ച്. ഇപ്പൊ ഇതിനകത്ത് ദൈവം അപ്പൊ നമ്മുടെ സ്ഥിതിയൊക്കെ മാറ്റി. ഒരു സ്വതന്ത്രം പറ. അപ്പൊ ഈ ആരംഭകാലങ്ങളൊക്കെ എല്ലാവരും വരുന്നത് വീടില്ല, വണ്ടിയില്ല, കടഭാരം, ജോലിയില്ല, പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് നമ്മുടെ തട്ടിന്റെ പൊക്കത്ത് വെച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരാളുടെ കടഭാരം മാറാൻ വരുമ്പോൾ അടുത്ത ആളുടെ ജപ്തി, അതിനുവേണ്ടി ഉപവസിച്ച് 1-2 ദിവസം ആഹാരം കഴിക്കുമ്പോൾ അടുത്ത ആൾക്ക് പ്രശ്നം. ഇങ്ങനെ ഉപവസിച്ച് നമ്മളൊരു പരുവത്ത് നിൽക്കുമ്പോൾ അന്നത്തെ ഏറ്റവും നല്ല വണ്ടിയാണ് ടാറ്റാ സഫാരി. ടാറ്റാ സഫാരിക്ക് ഇതുപോലെ ഒരു അടിപൊളി ആ സ്റ്റാർച്ചൊക്കെ മുക്കി തേച്ച് ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു കിടുക്കാച്ചിച്ച് ഇങ്ങനെ വന്നു. അന്ന് ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയതാ. 2 കയ്യിൽ 3 ഫോൺ. വന്നപ്പോൾ ഞാൻ സിന്ധമ്മയോട് പറഞ്ഞു, സിന്ധു ഫോട്ടോ വെച്ച് സ്ഥലം മേടിക്കാനുള്ള ആളെ ദൈവം കൊണ്ടുവന്നു. കാരണം അങ്ങനെയാ പുള്ളി വന്നേ. ആളുണ്ട്, ഒരു 1.5 മനുഷ്യനാ. കണ്ടാൽ തന്നെ നമ്മൾ പറയും 10 പുത്തമ്മണയാടെ കയ്യിൽ ഉണ്ട്. പുള്ളി വന്ന് പ്രാർത്ഥിക്കാൻ മൊബൈലെടുത്ത് ആ കസേര വെച്ചു. പുള്ളി ഇങ്ങനെ ഇരുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം മേടിക്കണം. അപ്പോൾ എൻ്റെ അകത്ത് ഒരു ബൾബ് കത്തി. 5 സെൻറ്റ് സ്ഥലം ഈ അച്ചാൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചു, ആലോചനയൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് കൈ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് വണ്ടി വരുമോ? അപ്പം ഞാൻ സിന്ധുവിനോട് പറഞ്ഞ് കോൾ അടിച്ചു. വണ്ടി എടുത്ത് ചെന്നപ്പോൾ പുള്ളി കൈ തന്നിട്ട് പറഞ്ഞു, ആരും അറിയാതിരിക്കാൻ പറയുകയാണ്, ഒരു 6 കോടി രൂപ കടത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ. എന്താ സജുവാഷേ, 1.5 ഇഞ്ച് മെറ്റിൽ എൻ്റെ കയ്യിലുണ്ടാ, ഞാൻ എറിഞ്ഞു വന്നേനെ. കാരണം അതിനു വേണ്ടി ഞാൻ സ്വപ്നം കണ്ടു. ഇയാളുടെ വരവ്, ഇയാളുടെ പോക്കും, ഇയാളുടെ ഈ മൊബൈൽ കൊണ്ടുവന്ന് കസേര വെച്ചതും പുള്ളി ഉണ്ടൊക്കെ ഇരുത്തി അതൊക്കെ വടിയൊക്കെ ഇട്ട് ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പുറത്ത് നിൽക്കുന്നു. ഞാൻ ഓർത്ത് രക്ഷപ്പെട്ടു. ഫോട്ടോ വെച്ച് ചർച്ചനുള്ള വകയായി. പോയപ്പോൾ 6 കോടി രൂപ. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഈ വണ്ടിയോ? ഇത് റെൻ്റാന്നു. ഇത് ഇപ്പം ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ നല്ലതൊന്നും ഇവിടെ ഇല്ലേ? വരുന്നതല്ല എങ്ങനെയുള്ള കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, ഒന്ന് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ട്. കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, പിന്നെ എന്തില്ലാത്തവര്? സന്തുഷ്ടിയില്ലാത്തവര്. എന്നാൽ ഇതുകൂടി കേട്ടോ, അവസാനം ഇതുകൂടി കേട്ടോ, ഇതൊരു അഭിഷേകമാണ്. ഇങ്ങനെ ഉള്ളതിനെയും ചിലതിനെ ധൈര്യപ്പെടുത്താൻ ഒരഭിഷേകം ദൈവം തന്നിരിക്കുക. ഇങ്ങനെയുള്ള ചിലതിനെയും ഒന്ന് ശക്തീകരിക്കാൻ, ഇങ്ങനെയുള്ള ചിലതിനെയും ഒന്ന് ബലപ്പെടുത്താൻ, ഇങ്ങനെയുള്ള ചിലതിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ദൈവം ഈ ആലയത്തെ ദൈവം മാറ്റിവെച്ചിരിക്കുക. വരട്ടെ, കടമുള്ളവർ വരട്ടെ, പറഞ്ഞ മക്കളെ, ഞെരുക്കമുള്ളവർ വരട്ടെ, സന്തോഷമില്ലാത്തവർ വരട്ടെ. പക്ഷെ ഉറപ്പ് തരാം, അവർ പോകുന്നത് കടമുള്ളവരായിട്ടല്ല, അവർ പോകുന്നത് ഞെരുക്കമുള്ളവരായിട്ടല്ല. ദൈവയുടെ ഞെരുക്കങ്ങളെ മാറ്റി, അവിടെ കടഭാരങ്ങളെ മാറ്റി ദൈവ സന്തുഷ്ടമുള്ളവരാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. സ്വത്രം. അപ്പൊ എത്ര പേര് വന്നു? 400. അപ്പൊ ദൈവം ഒളിപ്പിച്ചു വെച്ചു. വായിച്ചേ 2-ാമത്തെ വാക്യം. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അടുത്തത്, അവൻ അവർക്ക് തലവനായി തീർന്നു. അവർക്ക് ആരായി? തലവനായി തീർന്നു. അവ കടമുള്ളവരും ഞെരുക്കമുള്ളവരുടെ ഭാഷ ആരാ? ദാവീദാ ഭാഷ.
നിങ്ങളൊന്ന് സ്വപ്നം ഒന്ന് ഇമാജിൻ കണ്ടേ, ഞായറാഴ്ച സ്വതന്ത്ര കാഴ്ച എടുത്ത് എത്ര രൂപ ഉണ്ടാവും? അല്ല ഉണ്ടാവോ? ഒരുപാട് കൈ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ ചരിത്രം മാറി. പുള്ളി അവിടെ ഒരു ക്ലാസ് തുടങ്ങി. ആര്? ദാവീദ്. എന്ത് ക്ലാസ്സാ മക്കളെ? ഈ ജിംനേഷ്യൻ ക്ലാസ് ഇല്ലേ, പുള്ളി അവിടെ ക്ലാസ് തുടങ്ങി. ആ ക്ലാസ്സില് പുഷപ്പൊന്നുമില്ല, കല്ലെറിയല്. എന്താ? കല്ലെറിയല്. അപ്പൊ ഈ 400 പേര് രാവിലെ മരുഭൂമിയിലോട്ട് മാറ്റി നിർത്തും. എല്ലാവരോടും പറയും റെഡി റെഡി. കല്ലെടുത്തു കിട്ടുന്നിടത്തോട്ടൊക്കെ എറിയും. 10 ദിവസം വലം കൈക്ക്, 10 ദിവസം ഇടം കൈക്ക്. 25 ദിവസം കഴിഞ്ഞപ്പോ വലം കൈക്കും ഇടം കൈക്കും എറിയുന്നവരായി. ദാവീദ് മാത്രമേ എറിയത്തുള്ളായിരുന്നു. ഒറ്റ ദാവീദ് എറിഞ്ഞപ്പോ ഒരു ഗോലിയാത്ത വീണേ. ഇപ്പൊ 400 പേര് എറിയുന്നവരായി മാറി. ദൂത് മനസ്സിലായോ? കടമുള്ളവരും ഞെരുക്കമുള്ളവരും പിന്നത്തത് യോദ്ധാക്കളായി മാറി. ദൂത് മനസ്സിലായവർ ആമേൻ പറ. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ ദാവീദിന്റെ അടുത്ത് വന്നപ്പോ അവർ ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും കല്ലെറിയുന്നവരായി മാറി. എന്റെ ഭാഷ പറഞ്ഞാൽ അവർ യോദ്ധാക്കളായി മാറി. വായിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 12:8 1 ദിനവൃത്താന്തം 12:8 ഒന്ന് വായിച്ച മക്കളെ. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും. ഒന്ന് നിർത്തി വായിക്കണേ. പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും. ഇവര് വന്നപ്പോ എങ്ങനെയാ വന്നേ? ഹലോ, എന്റെ ഒപ്പം ഉണ്ടോ? മാറിപ്പോവല്ലേ, എന്റെ കൂടെ വരണേ. ഇവര് വന്നപ്പോ എങ്ങനെയാ വന്നേ? കടമുള്ളവരും ഞെരുക്കമുള്ളവരും. ഇപ്പൊ ഇവരാരായി? പരിചയം കുന്തം എടുപ്പാൻ പ്രാപ്തിയുള്ള. തിരുന്നില്ല, അവർ വീരന്മാരായി. യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തി ദാവീദിനോട് ചേർന്ന് അവര് സിംഹമുഖന്മാരും അവരെ കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യമായി. ഒരു സ്വതന്ത്രം പറഞ്ഞേ, അങ്ങനെ മുഖമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ പറയുന്നില്ല. ഇന്ന് തന്നെ സിംഹമുഖം. അതെന്താ? എനിക്കിത് വായിച്ചിട്ട് മനസ്സിലായില്ല. അതെന്താ മുഖം? നമ്മളെ കണ്ടല്ലേ, നമ്മുടെയൊക്കെ മുഖം ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന മുഖം. അങ്ങനെ മുഖമല്ല. ദാവീദിന്റെ കൂടെ ഉള്ളവരുടെ മുഖം എന്നായിരുന്നു? എന്ന് വെച്ചാൽ എപ്പോ പിടിച്ചാലും യുദ്ധം ചെയ്യാൻ, പിടിച്ചു കയറാൻ പ്രാപ്തരായ നിൽക്കുന്നത്. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ഇവര് വന്നപ്പോ എങ്ങനെയായിരുന്നു? കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും. ഇപ്പൊ ഇവരാരായി? ദാവീദേ, നിന്നെ ഒളിപ്പിച്ചത് ഇവരെ ട്രെയിൻ ചെയ്യാനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു താഴ്മ വന്നത്, ഒരു താഴ്ച വന്നത് ഇവരെ ചിലരെ ഒരുക്കാനാ. പേടിക്കണ്ട. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടോ? മറഞ്ഞിരിക്കേണ്ട സാഹചര്യമുണ്ടോ? ഭയപ്പെടണ്ട. ദൈവത്തിന് നിന്നെ ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇനി മോനെ, സിംഹം മുഖവും അവിടെ വേഗത എന്നാ? മാൻപേടകളെ പോലെ വേഗതയുമുള്ളവരായിരുന്നു. കുഞ്ഞുങ്ങളെ, ഈ വേദപുസ്തകം തുറന്നൊന്ന് വായിച്ചു നോക്കണം. ഇതൊന്നും പിന്നെ കിട്ടത്തില്ല. വീട്ടിൽ പോയാൽ തപ്പിയാ കിട്ടത്തില്ല. അതൊക്കെ വരച്ചിട്ടേക്കണം. ഇതൊന്നും കിട്ടത്തില്ല. വളരെ റെയറായ വാക്യങ്ങളാ ഇതൊക്കെ. അവിടെ വായിക്കാണ് എന്നാ? മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുമുള്ളവരായിരുന്നു. അവര് സിംഹത്തിന്റെ മുഖം, പിന്നെ മാൻപേടയെ പോലെ വേഗത. അവരെ ഓടി തോപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നിർത്തിയ അവസാനം എന്നാ പറ്റിയെന്നറിയോ? സിക്ലാഗ് ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. സിക്ലാഗ് ജീവിതത്തിൽ വന്ന അമാലേക്യർ വന്ന സിക്ലാഗ് കൊള്ളയടിച്ചു. തീ വെച്ച് ചുട്ടുകളഞ്ഞു. തീ വെച്ച് ഒരു താൽക്കാലിക ഷെൽട്ടർ ആയിരുന്നു എന്ത്? സിക്ലാഗ്. ആ താൽക്കാലിക ഷെൽട്ടർ അമാലേക്യർ വന്ന് തകർത്തു. ദൂത് കേട്ടോ? ചില ഷെൽട്ടറുകൾ തടഞ്ഞാലേ ഹെബ്രോനിലെ സിയോൻ കോട്ട ദൈവം നിനക്ക് തരൂ.
മനസ്സിലായെങ്കിൽ ആമേൻ പറ. ചില ഷെൽട്ടറുകൾ തകർക്കുന്നത് ഹെബ്രോനിൽ ചില സിയോൻ കോട്ടകൾ ദൈവം നിനക്ക് തരാൻ വേണ്ടിയാ. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു. ഇന്ന് പകൽ ആരോടൊക്കെയ ദൈവം പറയുന്നു അത് തകർന്നത്, അത് ദൈവം തകർക്കാൻ അനുവദിച്ചത്, ആ സിക്ലാഗ് കൊള്ളയിട്ടത്, ആ സിക്ലാഗ് തീ വെച്ച് ചുട്ടത്, ആ സിക്ലാഗ് അമാലേക്ക് നശിപ്പിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ദൈവമക്കളെ, ഞാൻ ഈ മെസ്സേജ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഇന്ന് വെളുപ്പില ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുന്നേ. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചർച്ചിൽ പറ, ചിലരുടെ ഷെൽട്ടർ പൊളിഞ്ഞു കിടക്കുക. ആമേൻ. പേടിക്കണ്ടെന്ന് പറയാൻ പറ. അവരുടെ ഷെൽട്ടർ പൊളിയാൻ ദൈവം അനുവദിച്ചത് ഹെബ്രോനിൽ നിനക്കൊരു സിയോൻ കോട്ട തരാൻ വേണ്ടിയാ. അതിനേക്കാൾ സിക്ലാഗിനേക്കാൾ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. ഇന്ന് പകൽ കരം തട്ടി ഒന്നെല്ലാവരും എഴുന്നേറ്റ് നിന്ന്, അവൻ എഴുന്നേറ്റ് നിന്ന് കരമടിച്ച്, ആത്മാവിൽ ഒന്ന് കരമടിച്ച് നിർത്തരുത്. എല്ലാവരും കരമടിച്ചൊന്ന് ആരാധിച്ച്. ചില ഷെൽട്ടറുകൾ പൊളിയട്ടെ, ചില ഷെൽട്ടറുകൾ ഉടയട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, ചില സിക്ലാഗുകൾ തീ വെച്ച് ചുട്ടെങ്കിൽ മാത്രമേ